ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്തുണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കാരണം ഡ്രൈവിംഗ് സ്കൂളുകളാണെന്ന് മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന്, ഡ്രൈവിംഗ് സ്കൂൾ മോശമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂളുകളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം ചർച്ചകൾക്കൊടുവിലാണ് താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെട്ടത്. എന്നാൽ ചർച്ചയ്ക്കു ശേഷമുള്ള തുടർ നടപടികൾ ഒന്നും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് റോഡുകളിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണം ഡ്രൈവിംഗ് സ്കൂളുകളാണെന്ന് ജനങ്ങളെ ഗതാഗത വകുപ്പ് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 9 ദിവസം കഴിഞ്ഞ് വന്ന ആ ഉത്തരവിൽ ഗവൺമെന്റ് ഓർഡർ വന്നു. അതിൽ 10 കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ഏറ്റവും സുതാര്യവും നല്ല നിലയിൽ നടക്കുന്ന കേരളത്തിലെ ടെസ്റ്റുകൾ പോരായ്മകളുണ്ടെന്നും ഇവിടെ നടക്കുന്ന മുഴുവൻ അപകടങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പോരായ്മയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ 1000 പേര് ലൈസൻസ് എടുത്താൽ 10 പേരാണ് അപകടം ഉണ്ടാക്കുന്നത്. ബാക്കി 990 പേരെയും പഠിപ്പിച്ചത് ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും ഞങ്ങളുടെ മുൻഗാമികളുമാണ്. അപ്പോൾ ഈ 990 പേര് അപകടം ഉണ്ടാക്കാത്തത് ഞങ്ങളുടെ ഗുണമല്ല, 10 പേർ അപകടം ഉണ്ടാക്കുന്നത് മാത്രം ഞങ്ങളുടെ പോരായ്മയാണ്. ഗതാഗത വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ച ഒരു കാര്യങ്ങളും ഇതുവരെ നടപ്പിലായില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വിമർശിക്കുന്നുണ്ട്. ഇനിയും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.